ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിത്രാസ് വേൾഡ്. ഒരു ചെറിയ കുഗ്രാമത്തിലായിരുന്നു എൻ്റെ ജനനം. അച്ഛന് തിരുവനന്തപുരത്ത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ഉള്ളതിനാൽ പഠിച്ചതും വളർന്നതും ഒരു അനന്തപുരക്കാരനായിരുന്നു. അമ്മ ഒരു സ്വകാര്യ വാണിജ്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് മാനേജറായി ജോലി ചെയ്യുന്നു. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് തന്നെ പറയാം. 18-ാം വയസ്സിൽ എഞ്ചിനീയറിംഗ് പഠനവും തുടർന്നുള്ള മറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെയും പിൻബലത്തിൽ ഗൾഫിൽ ഒരു ജോലി തരപ്പെട്ടു. അങ്ങനെ പ്രവാസ ജീവിതത്തിലെ ഓട്ടങ്ങളുടെ ഇടയിൽ വീട്ടുകാർ കല്യാണാലോചനകൾ തുടങ്ങി. എനിക്കിളയത് ഒരു അനിയനായതിനാലും മറ്റു ബാധ്യതകളില്ലാത്തതിനാലും കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിലോ കോളേജിലോ പ്രണയമൊന്നുമില്ലാത്തതിനാൽ വീട്ടുകാരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എനിക്ക്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ എമർജൻസി ലീവ് എടുത്തു വന്ന് പെണ്ണ് കണ്ടു. 27 വയസ്സായി എനിക്ക്. 24 വയസ്സുള്ള ഒരു പെൺകുട്ടി. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5'10" പൊക്കം, ഇടത്തര ശരീരപ്രകൃതി, പിന്നെ 7 ഇഞ്ച് നീളവും ഉണ്ട്. നല്ല മെലിഞ്ഞ ശരീരം, പക്ഷെ നല്ല വലിപ്പമുള്ള ആളാണ് ഞാൻ. സാരി ഉടുത്ത് പെണ്ണ് കാണൽ ചടങ്ങിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. അന്ന് ഞാൻ എൻ്റെ അമ്മായിയമ്മയെ ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യമായി പെണ്ണ് കാണൽ, പിന്നെ പരിചയമില്ലാത്ത വീടും സ്ഥലവും. എന്തായാലും പെൺകുട്ടിക്കും എന്നെ ഇഷ്ടമായി, വീട്ടുകാർക്കും ഒക്കെ, ജാതകവും ഒക്കെ. അങ്ങനെ 6 മാസത്തിന് ശേഷം കല്യാണവും നടന്നു. ഡിസംബറിലെ ഒരു മഞ്ഞുള്ള രാത്രി, ഞങ്ങളുടെ ആദ്യ രാത്രി. വൈഫിന്റെ പേര് ശ്രീലക്ഷ്മി. നാഗർകോവിലാണ് അവളുടെ വീട്. മലയാളികളാണെങ്കിലും അവരുടെ പൂർവികർ തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആയിരുന്നു. അച്ഛൻ കുമാർ, 54 വയസ്സ്. അമ്മ ഈ ഭാഗത്തിലെ അമ്മ സംഗീത, 44 വയസ്സ്. പിന്നെ അവരുടെ ചേട്ടൻ വിഷ്ണു, എന്നെക്കാട്ടിലും ഒരു വയസ്സ് മൂത്തതാണ്. പക്ഷെ ആളൊരു മണഗുണാഞ്ചൻ ടൈപ്പാണ്. അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കുന്നു. സംഗീത ഹൗസ് വൈഫാണ്. അവർ ഒരു 5'3" പൊക്കം കാണും. വെളുത്തിട്ട് ശരീരഭംഗിയുള്ള ആളൊന്നും ആയിരുന്നില്ല, പക്ഷേ എല്ലാ ആവശ്യത്തിനും ഉണ്ട്. ഒരു സാധാ വീട്ടമ്മ. ഞങ്ങളുടെ ദാമ്പത്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടങ്ങി. ശ്രീ, എൻ്റെ ഭാര്യ, എന്നോട് പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾ പക്ഷേ മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ വീക്കായിരുന്നു. അവളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയും വേദന സഹിച്ചുമാണ് അവൾ ഞാനുമായി സഹകരിച്ചത്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ഞാൻ തിരിച്ച് ഗൾഫിൽ പോയി. തുടർന്ന് 2-3 മാസത്തിനകം ശ്രീയും അവിടെ എത്തി. പിന്നെ അങ്ങോട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് വേണ്ടി താല്പര്യമില്ലെങ്കിൽ പോലും അവൾ സഹകരിക്കും. അങ്ങനെ കുറേശ്ശെ അവൾക്കും താല്പര്യമായി തുടങ്ങി. അങ്ങനെ വന്ന് ഒരു മാസത്തിനകം അവൾ ഗർഭിണിയായി. അത് കഴിഞ്ഞ് 1-2 ആഴ്ച എൻ്റെ കൂടെ നിന്നപ്പോഴേക്കും ഛർദിലും ബഹളവുമായി. ഒറ്റയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാട്ടിലേക്ക് കയറ്റിവിട്ടു. ഡെലിവറി ട്രിവാൻഡ്രം മതിയെന്ന് അവളും വീട്ടുകാരും പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും തീരുമാനിച്ചു. പ്രസവാനന്തരം കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ തിരിച്ചു ഗൾഫിലേക്ക് പോന്നു. ഇതിനിടയിൽ പ്രസവത്തിനായി ഞാനും നാട്ടിലെത്തിയിരുന്നു. ഈ കാലയളവിൽ ഞാനും സംഗീതയും തമ്മിൽ നല്ല അടുപ്പമൊന്നുമില്ലായിരുന്നു. അമ്മായിമ്മ മരുമോൻ എന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ഒരു 5-6 വർഷം കടന്നുപോയി. അവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ 2 കുടുംബങ്ങളും, എൻ്റെ കസിൻസ് ആൻഡ് ഫാമിലി എല്ലാവരും കൂടെ ഒരു 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. എല്ലാവരും പല പല വണ്ടികളിലായി ആയിരുന്നു എത്തിയത്. കൊടൈക്കനാലായിരുന്നു ട്രിപ്പ്. 15 പേരുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ ആകെ 4 റൂം മാത്രമേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ. കസിൻസ് ആൻഡ് എൻ്റെ അനിയനും ഒരു റൂം എടുത്തു. എൻ്റെ അച്ഛനും അമ്മമാരും ചിറ്റപ്പന്മാരും എല്ലാം ഒരു റൂമും, എൻ്റെ മാമിമാരും അമ്മയും ഒക്കെ ഒരു റൂം. ബാക്കിയുള്ള ഒരു റൂം ഞാനും വൈഫും കുഞ്ഞും. കുമാരൻ സംഗീത എത്താൻ വൈകിയിരുന്നു. അവർ നാഗർകോവിൽ നിന്ന് ബസ്സാണ് വന്നത്. രാത്രി 2 മണി കഴിഞ്ഞു. ഞാനും അനിയനും കൂടിയാണ് രാത്രി അവരെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തിയത്. ഇതിനിടയിൽ കുഞ്ഞുമാമിമാരൊക്കെ കിടക്കുന്ന മുറിയിൽ പോയി കിടന്നു. കുമാർ, എൻ്റെ മാമന്മാരും അച്ഛനും നല്ല കമ്പനി ആയതുകൊണ്ട് പിന്നെ 2 എണ്ണം അടിക്കാമെന്നുള്ള ചിന്തയിൽ അവിടെ പോയി കിടന്നു. അവസാനം സംഗീത എൻ്റെയും അവരുടെയും കൂടെ കിടക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിടന്നു. അടുത്ത ദിവസം രാവിലെ സൈറ്റ് സീയിങ് പ്ലാൻ ആയിരുന്നു ആദ്യം. പക്ഷേ നൈറ്റ് കസിൻസ് എല്ലാം കൂടെ സൺറൈസ് കാണാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തു. 5 മണി ആയപ്പോൾ വന്നു എല്ലാവരെയും വിളിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് പല സ്ഥലങ്ങൾ പോയി ഡ്രൈവിംഗ് ചെയ്ത് ഞാൻ ക്ഷീണിതനായിരുന്നു. അതിനാൽ ഞാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി എല്ലാവരും പോകാൻ തീരുമാനിച്ചു. സംഗീത അപ്പോൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം അവർ 18 മണിക്കൂറോളം ബസ്സിലിരുന്ന് വന്നതുകൊണ്ട് പുറംവേദനയാണെന്നും ബസ്സിൽ വെച്ച് കുമാറിന്റെ കൂർക്കമലി കാരണം കൂടെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയില്ലെന്നും പറഞ്ഞു. കുമാർ പിന്നെ മാമന്മാരുടെ കൂടെ അടിയാൻ പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് പോയി. എണീറ്റ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി, അവർക്ക് ഇറങ്ങിയിട്ട് വന്ന് പിക്ക് ചെയ്യാമെന്നും പറഞ്ഞു പോയി. ഞാൻ സംഗീത പോയില്ല എന്നുള്ളത് അറിയുന്നില്ലായിരുന്നു, കാരണം ഉറക്കത്തിലായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാനും സംഗീതയും മാത്രം ഒരു മുറിയിൽ. ഒരു നല്ല വലിയ ഒരു ക്യൂൺ സൈസ് ബെഡായിരുന്നു. എൻ്റെ വേഷം ഒരു കാവി ലുങ്കി മാത്രമായിരുന്നു. ഞങ്ങൾ കിടക്കുമ്പോൾ വൈഫ് നടക്കും, ഞാനും സംഗീതയും 2 അറ്റത്തായിരുന്നു.
ഒരു വലിയ കംഫർട്ടർ ആയിരുന്നു പുതച്ചിരുന്നത്. ഇടയ്ക്ക് സംഗീത എന്നെ വിളിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവർ പോയില്ല എന്നുള്ളത്. അവർക്ക് തണുപ്പ് കൂടുതലാണ്, റൂം ഹീറ്റർ പോരാ എന്ന് ടെമ്പറേച്ചർ ഒന്ന് കൂട്ടാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ നോക്കിയപ്പോൾ ഹീറ്റർ മാക്സിമം ആയിരുന്നു. റിസപ്ഷനിൽ വിളിച്ചപ്പോൾ 10 മണി കഴിഞ്ഞ് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. സംഗീതയോട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കിടന്നു. കാരണം 5:30 ആയതേ ഉള്ളൂ. എനിക്ക് തണുപ്പൊരു പ്രശ്നമല്ലായിരുന്നു. പിന്നെ തണുക്കുന്നില്ലേ? എനിക്ക് അത്രയ്ക്ക് തണുപ്പില്ല. പിന്നെ ഗൾഫിൽ സ്ഥിരം AC-യിലാണ് ഉറങ്ങുന്നത്, അതുകൊണ്ട് ശീലമായി. എനിക്ക് നല്ലപോലെ തണുക്കുന്നു. ഞാൻ ഇച്ചിരി ചേർന്ന് കിടന്നോട്ടെ? ഓക്കെ, അതിനെന്താ? മോൻ ആരോടും പറയില്ലേ? വെറുതെ എന്തിനാ? ഇല്ല സംഗീതമേ, അത് സാരില്ല, ഇങ്ങോട്ട് കിടന്നോ. റോസി തിരിഞ്ഞാണ് കിടന്നിരുന്നത്. അവരെന്റെ അടുത്തോട്ട് ചേർന്ന് കിടന്നു. അവർ ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. അവർ നല്ലപോലെ തണുപ്പുണ്ടെന്ന് അവർ നീങ്ങി കിടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാനൊരു ബനിയൻ ഇട്ടിട്ട് വരാം. അത് സാരമില്ല, എനിക്ക് വേണ്ടി ഇടണ്ട, ഞാൻ കൈ മാറ്റാം, അപ്പോൾ തണുക്കില്ല. സാരമില്ല, എനിക്ക് കുഴപ്പമില്ല, കൈ വേണേൽ പുറത്ത് വെച്ചോ. നിനക്ക് തണുക്കില്ലേ? അത്രയ്ക്ക് തണുപ്പുണ്ടോ? എനിക്കിത് ഓക്കെയാ. സംഗീതമ്മ വേണേൽ കൈ എന്നെ പുറത്ത് വെച്ചോ, എന്നെ പുറം നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞ് അവർ ആദ്യം 2 കൈയും എന്റെ പുറത്ത് വെച്ച് തടവി. എന്റെ അമ്മായിമ്മയ്ക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കി. പിന്നെ എങ്ങനെയൊക്കെയോ അവരെ ഒരുവിധം ചൂട് പിടിപ്പിച്ചു ഞാൻ. ശേഷം അവർ തിരിഞ്ഞു കിടന്നു. ശേഷം അവൾ പറഞ്ഞു, നല്ല ചൂടുണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ. ചൂടില്ലാതെ ഒട്ടും ഉറങ്ങാൻ പറ്റില്ല എന്ന് അമ്മായിമ്മ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. അവരുടെ സന്തോഷമാണ് എന്റെയും. കാരണം എന്റെ ഭാര്യയെ എനിക്ക് സമ്മാനിച്ചത് അവരല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ചൂട് ഞാൻ നല്ല പോലെ തന്നെ അകറ്റിക്കൊടുത്തു. അന്നേരം ഞാൻ പറഞ്ഞു, അച്ഛനെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു. അല്ല അമ്മേ, അപ്പോൾ ഈ ചൂടാകറ്റാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്ത് കാര്യം മോനെ, നിനക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങേരോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങേരും ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്റെ കാര്യം ശ്രദ്ധിക്കുക പോലും ഇല്ല. സ്വന്തം കാര്യം നോക്കി കിടന്നുറങ്ങും. അല്ലാതെ എന്ത് ചെയ്യും? ഇപ്പോൾ നീയുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ചൂട് തണുപ്പകന്ന് എനിക്ക് ചൂട് കിട്ടിയത്. എനിക്ക് ഒത്തിരി നേരമെങ്കിലും ഉറങ്ങാൻ പറ്റിയത്. നിങ്ങളറിയാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് മോനെ ഈ അമ്മയ്ക്ക്. വയസ്സായെങ്കിലും എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. നിന്റെ അമ്മായിച്ചൻ സ്വയം ആഗ്രഹങ്ങളെല്ലാം തീർക്കും. പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. ഞാനതൊക്കെ ആരോട് പറയും മോനെ? ഇപ്പോൾ നീ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ ശേഷം വളരെ സന്തോഷത്തിലായിരുന്നു സംഗീത, ഒപ്പം മനുവും. അങ്ങനെ ഒരു സമയം 7 മണി കഴിഞ്ഞു. അപ്പോഴേക്കും അവർ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവർ വേഗം എഴുന്നേറ്റു. വാതിൽ തുറന്നപ്പോൾ അവരെല്ലാം തിരിച്ചെത്തിയിരുന്നു. അമ്മയമ്മയും മരുമകനും നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നില്ലാതെ ഇത്രയും നല്ലൊരു കൂട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് തമാശക്കാരനായവൻ മോളെ, നിന്റെ ഭാഗ്യം. പിന്നല്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മനുടെ പുള്ളിയാണെന്ന്. ഞാനും ഇന്നാ അത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മോളം അവനെ പൊന്നുപോലെ നോക്കണം. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മേ. ഞാൻ ഇപ്പൊ വരാം, നിങ്ങളോട് ഇരിക്കേ എന്ന് പറഞ്ഞ് അവൾ പിന്നെയും പുറത്തേക്ക് പോയി. അന്നേരം മനു പറഞ്ഞു, അമ്മയ്ക്ക് എന്തറിയാമേ, അമ്മയുടെ മോള് എന്നോട് വളരെ സ്നേഹത്തിലാണ്. ഞാൻ പറഞ്ഞ എന്തും ചെയ്യും, അവൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ എനിക്ക് എന്താ വേണ്ടതെന്ന് മാത്രം അവൾക്ക് അറിയില്ല അമ്മ. ഇപ്പോ അമ്മ എന്നെ മനസ്സിലാക്കിയ പോലെ അവൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അമ്മയുടെ അതേ വിഷമം തന്നെയാണ് എനിക്കും. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ലേ? അത് തന്നെ, അവൾക്ക് എല്ലാത്തിനും മടിയാണ് അമ്മേ. ഞാൻ പറയുമ്പോൾ ചെയ്യുന്നു മാത്രം. പക്ഷെ എനിക്കതുകൊണ്ട് ഒരു സന്തോഷവും കിട്ടുന്നില്ല. അത് അവൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ അങ്ങനെയൊക്കെ അവൾ ജീവിച്ചു പോകുന്നത് മാത്രം. ഇനി മോൻ വിഷമിക്കണ്ട. മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഇനി അമ്മ ഉണ്ടല്ലോ. നിങ്ങൾ പോകുമ്പോൾ കുറച്ച് ദിവസം ഞാൻ അവിടെ വന്ന് നിൽക്കാം. അതിൽ മോന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടമ്മേ? അമ്മകൾ വന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടിച്ചു പൊളിയല്ലേ? പിന്നെ അല്ല, ഇനി നമുക്ക് പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാം. നമ്മളുടെ സന്തോഷം എല്ലാം അമ്മ ഇനി നേടിത്തരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അതെല്ലാം നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.